ഭ്രമയുഗോ? ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. ഓസ്കാറിൽ കേമൻ ആരാണ്? ഗുരുവാണോ ഭ്രമയുഗമാണോ? ഇത് എനിക്കും സംശയമുണ്ട്. കാരണം ഭ്രമയുഗം ഓസ്കാർ വേദിയിൽ സ്ക്രീൻ ചെയ്തപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് ഭയങ്കരമായിട്ടുള്ള മത്സരിച്ചുള്ള ചർച്ചകളായി, ഫാൻ ഫൈറ്റുകളായി ഇതൊക്കെ നടക്കുമ്പം എനിക്കറിയാവുന്നതും നമുക്ക് വായിച്ചിട്ടുള്ള അറിവുകളുമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് തിരുത്തിയേക്കുക. ഗുരു എന്ന് പറയുന്ന സിനിമ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത സിനിമയാണ്. മോഹൻലാൽ, സുരേഷ് ഗോപി, മധുബാല്, സിത്താര, ഇളയരാജയുടെ മ്യൂസിക്, കൾട്ട് ക്ലാസിക് വീടാണ്. സൂപ്പർ പടമാണ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ എന്നുള്ളതല്ല, ഗംഭീര സിനിമയാണ്. ഒരു പ്രത്യേക തീം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. രാജീവ് അഞ്ചലാണ് സംവിധാനം ചെയ്തത്. ഈ സിനിമ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി ആയിട്ടുള്ള ഫോറിൻ ലാംഗ്വേജിന്റെ വിഭാഗത്തിൽ ആദ്യത്തെ മലയാള ചിത്രം എന്നുള്ള ഖ്യാതിയാണ് ഗുരുവിനുള്ളത്. ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. കാരണം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ് നമ്മുടെ ലഗാനും മദർ ഇന്ത്യ പോലുള്ള ചിത്രങ്ങളൊക്കെ. ഇത് അതിനു മുമ്പേ പരിഗണിക്കപ്പെടാതെ പോയി. പക്ഷെ ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ മലയാള ചിത്രം എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്, ശ്രേഷ്ഠമാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് എപ്പോഴും ആദ്യത്തെ അവാർഡ്, ആദ്യത്തെ ഓസ്കാറിന് വേണ്ടി ആദ്യത്തെ മലയാള ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. അത് ഗുരുവിനുള്ളതാണ്. എന്നാൽ മത്സര വിഭാഗത്തിലോ ഓസ്കാറിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ നോമിനേഷൻ വിഭാഗത്തിലോ പെടുന്ന ഒന്നുമല്ല ഭ്രമയുഗം. ഭ്രമയുഗം ഒരു പ്രത്യേക കാറ്റഗറി, ഓസ്കാർ അക്കാദമി ഓഫ് മ്യൂസിയം എന്ന് പറയുന്ന പ്രത്യേക കാറ്റഗറിയിൽ ചില ഇപ്പം നമ്മുടെ നാടോടി കഥകൾ, മിത്ത് പോലുള്ള ചിത്രങ്ങളുടെ ലോകോത്തര ആ വിഭാഗത്തിൽ വരുന്ന ലോകോത്തര ചിത്രങ്ങൾ എടുത്ത ഏക ഇന്ത്യൻ ചിത്രമാണ് ഏത്? ഭ്രമയുഗം. അതിനകത്ത് ഏത് ശ്രേഷ്ഠം? എനിക്ക് രണ്ടും ശ്രേഷ്ഠമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭ്രമയുഗമാണോ കേമം, ഗുരുവാണോ കേമോ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. രണ്ടും രണ്ട് രീതിയിൽ അതിൻ്റെ ആയിട്ടുള്ള ഉന്നതിയിലെത്തിയ ചിത്രങ്ങളാണ്. എന്തായാലും നിങ്ങൾ പറയുക. ഫാൻ ഫൈറ്റിന്റെ ആവശ്യമൊന്നും ഇതിനകത്തില്ല. കാരണം മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങൾ ഇത് മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഇതെല്ലാം. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.